നമസ്കാരം. LDC സ്ക്വാഡ് ആവേശത്തിൻ്റെ ടോപ്പിക്കുകൾ എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഏകദേശം എക്സാമിന് പോകുന്നതിന് മുമ്പ് ആ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് എന്നുള്ള കാര്യം നിങ്ങൾ കാണുന്നത് വഴി അവയെക്കുറിച്ചുള്ള ഒരു വിശകലനം നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്വാഡ് ആപ്പ് ഇനിയും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാവുന്നതുമാണ്. അപ്പോൾ ആപ്പ് ജോയിൻ ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് താഴെ ലിങ്ക് നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഈ ചരിത്ര വിഭാഗം, ഹിസ്റ്ററി പോർഷനിൽ നിന്ന് ഇന്ത്യയുടെ ചരിത്ര വിഭാഗത്തിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യപ്പെട്ട ടോപ്പിക്കുകളെക്കുറിച്ച് ഒരു ചെറിയൊരു അവലോകനമാണ് ഇന്ന് നടത്തുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആവേശത്തിൽ നമുക്കറിയാം, ഇന്ത്യ ചരിത്രം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും ഒരു നിശ്ചിത ടോപ്പിക്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം എന്നുള്ളതാണ് ആദ്യ ഭാഗം. പഴയകാല ചരിത്രങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്നൊരു ഭാഗത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വളർച്ചയും അതുവഴി അവർ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ചെലുത്തിയത് കൊണ്ട് രാഷ്ട്രീയപരമായും അല്ലാതെയുമുള്ള സ്വാധീനങ്ങൾ ചെലുത്തി ഇവിടെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും ആധിപത്യം സ്ഥാപിച്ചതിനെക്കുറിച്ചാണ് ഈ ആധിപത്യം സൂചിപ്പിക്കുന്നത്. പ്ലാസി, ബക്സർ പോലുള്ള യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് അത് വരുന്നുണ്ട്. പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ നയിച്ചതും ഒക്കെ പരീക്ഷ ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്കുകൾ, വർത്തമാന പത്രങ്ങളുടെ സ്വാധീനം, സ്വാതന്ത്ര്യ ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങൾ. സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ മൂവ്മെൻറ്റുകൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 19 മുതൽ 47 വരെയുള്ള ഗാന്ധിയുടെ മൂവ്മെൻറ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസങ്ങളുടെ പുരോഗതി, വിദേശ നയം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചരിത്ര വിഭാഗത്തിലുള്ളത്. നമുക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം പോലുള്ള കാര്യങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ, ശാശ്വത ഭൂമി വ്യവസ്ഥ പോലുള്ള വ്യവസ്ഥകൾ, ഇതൊക്കെ 10ാം ക്ലാസ്സും ഈവൻ +2 ചാപ്റ്ററുകളെ അടിസ്ഥാനപ്പെടുത്തി വിശദമായിട്ടും ആധികാരികമായിട്ടും ഈ ചാപ്റ്ററുകൾ പഠിച്ച വ്യക്തികൾക്ക് അറിയാം. അതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വന്ന് സ്റ്റേറ്റ്മെൻറ്റായിട്ടോ അല്ലാതെയും തെറ്റായതും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നുള്ള രീതിയിൽ എല്ലാ ചോദ്യം വന്നിട്ടും ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തവർക്ക് ആ ഉത്തരങ്ങളെല്ലാം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ വളരെ വിശദമായിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നീട് 57 വിപ്ലവങ്ങൾ 7 പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. 57 വിപ്ലവങ്ങൾ 7 പാർട്ട്, വളരെ ആധികാരികമായിട്ട് മുഴുവൻ സ്കൂൾ ടെസ്റ്റിനെയും കവർ ചെയ്തുകൊണ്ടും നിലവിലെ മുൻവർഷ ചോദ്യങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ട് 7 പാർട്ടോളം ആയിട്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം വളരെ ബൃഹത്തായിട്ടും ആധികാരികമായിട്ടും പറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ INCയും അത്രയും തന്നെ പാർട്ടുണ്ട്, 7 പാർട്ടുണ്ട്. INCയുടെ രൂപീകരണം മുതൽ ഉള്ള 7 പാർട്ടായിട്ടാണ് ആ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. വളരെ വിശദീകരിച്ചാണ് ആ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. പിന്നെ സ്വദേശി പ്രസ്ഥാനവും ബംഗാൾ വിഭജനത്തിലേക്ക് വരുമ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അവയുടെ വിശകലനങ്ങളെക്കുറിച്ചും കൃത്യമായി പറയുകയും ബംഗാൾ വിഭജനം എന്താണ്, അതിനെക്കുറിച്ച് സ്കൂൾ ടെസ്റ്റിൽ നൽകിയിരിക്കുന്ന പാഠഭാഗങ്ങൾ കൂടെ ചേർത്ത് മുൻവർഷ ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ചേർത്ത് നൽകിയിരിക്കുന്നു. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. പിന്നെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ അതിൻ്റെ പങ്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളായിരിക്കും വരിക. ഉദാഹരണം, മിശ്രഭോജനം, മിശ്രവിവാഹം എന്നിവയെ പരിപോഷിപ്പിച്ചു എന്ന് പറയുമ്പോൾ കൃത്യമായി അത് ഓർക്കാൻ സാധിക്കണം. മിശ്രഭോജനം, മിശ്രവിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ട് പരിപോഷിപ്പിച്ചത് അത് പ്രാർത്ഥനാ സമാജമാണ്, ആത്മറാം പാണ്ഡുരംഗ്. അതല്ലെങ്കിൽ വിഗ്രഹാരാധന, ശൈശവിവാഹത്തെ എതിർത്തു എന്നൊക്കെ പറഞ്ഞാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അത് ആര്യ സമാജമാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ 3 പാർട്ടോളം, അത് ദീർഘമായ വീഡിയോ 3 പാർട്ടോളം ചെയ്ത് അതിലാവശ്യമുള്ള ചോദ്യങ്ങൾ ആഡ് ചെയ്ത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കാണ്. പിന്നെ SCERT ക്യാപ്സ്യൂൾ നോട്ട്സ് പ്രത്യേകമായി നൽകുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതായത് പാഠപുസ്തകങ്ങളിൽ ധാരാളം വിവരങ്ങളുണ്ട്, എന്നാൽ അവയെല്ലാം തന്നെയും നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമില്ല. പാഠപുസ്തകങ്ങളിൽ എന്തൊക്കെയാണ് എക്സാമിന് ആവശ്യമുള്ളത് അവയെ കൃത്യമായി ബോക്സുകളാക്കി തിരിച്ചുകൊണ്ട് ക്യാപ്സ്യൂൾ രൂപത്തിൽ നൽകുന്നതാണ് SCERT ക്യാപ്സ്യൂൾ നോട്ട്. അപ്പോൾ SCERT ക്യാപ്സ്യൂൾ നോട്ടിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള SCERT ചാപ്റ്ററിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലാത്ത എല്ലാ ഭാഗങ്ങളെയും ഓവറാൾ നോക്കാൻ പറ്റും. അതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ പത്രങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും കൃതികൾ എഴുത്തുകാരാണെങ്കിലും അങ്ങനെ ഒരുപാട് മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ സ്റ്റുഡൻസിന് ഈ കോഴ്സ് കാണുകയും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുകയും ചെയ്ത വ്യക്തികൾക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്ററും SCERTയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ നോക്കേണ്ടതും ആണ്.
ദേശീയ പ്രസ്ഥാനത്തിന് സാഹിത്യം കലയുടെയൊക്കെ പങ്കുമായി ബന്ധപ്പെട്ട വീഡിയോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും എന്ന് പറയുമ്പോൾ ചമ്പാരൻ മുതൽ ഗാന്ധിജിയുടെ യാത്ര, ഗാന്ധിജി ദേശീയ നേതാവായി മാറിയതും, സ്കൂൾ ചാപ്റ്ററുകളെ അടിസ്ഥാനപ്പെടുത്തിയും മറ്റു കണ്ടന്റുകളും മുൻവർഷ ചോദ്യങ്ങളും ഒക്കെ ചേർത്ത് പ്രസ്താവനാ രീതിയിൽ എങ്ങനെ വന്നാലും ചോദ്യങ്ങളെ എഴുതുന്ന രീതിയിലേക്ക് ആ ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ പ്രാദേശിക സമരങ്ങൾ നമുക്കറിയാം, ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ എന്നിവയാണ്. പിന്നെ പഞ്ചാബിൻ്റെ അസ്വസ്ഥത എന്തായിരുന്നു, പഞ്ചാബിലെ അസ്വസ്ഥത എങ്ങനെയാണ് ജാലിയൻ വാലാബാഗിലേക്ക് നയിച്ചത് തുടങ്ങിയ വസ്തുതകളൊക്കെ അതിൽ നൽകിയിരിക്കുന്നു. പിന്നെ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണവും നിസ്സഹകരണ പ്രസ്ഥാനം വളരെ ഡീറ്റെയിൽ ആയിട്ട് നൽകിയിരിക്കുന്നു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, അതിൽ ഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ, അവയുടെ ചരിത്രബോധം, അവയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദമായി നൽകിയിട്ടുണ്ട്. വട്ടമേശ സമ്മേളനങ്ങൾ എങ്ങനെയായിരുന്നു, കമ്മ്യൂണൽ അവാർഡ് എന്താണ്, അതിൽ പൂനെ ഉടമ്പടിയുടെ പ്രാധാന്യം എന്ത്, ഓഗസ്റ്റ് വാഗ്ദാനവും വ്യക്തി സത്യാഗ്രഹവും എന്താണ്, അതെങ്ങനെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരം വളരെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ സാധിക്കുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശീലനത്തിനായിട്ടും അതിൽ നൽകിയിട്ടുണ്ട്. വളരെ റെയറായിട്ടുള്ള പോയിന്റുകൾ പോലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമാന്തര സർക്കാരുകൾ സാധാരണഗതിയിൽ ഒരിടത്ത് നോട്ടില്ലാത്തൊരു കാര്യമാണ്. ബലിയയിൽ സമാന്തര സർക്കാർ ഉണ്ടായിരുന്നു, ചിട്ടുപാണ്ഡെയുടെ. ബലിയ സമാന്തര സർക്കാർ ചിട്ടുപാണ്ഡെയുടെയാണ്. അതുപോലെ തന്നെ താമ്രലിപ്ത ജതീയ സർക്കാർ എന്നുള്ള സമാന്തര സർക്കാർ. അപ്പോൾ സമാന്തര സർക്കാരുകളുമായി ബന്ധപ്പെട്ട് മുൻപ് 1-2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അത്തരം ചോദ്യങ്ങൾ പോലും എഴുതാൻ സാധിക്കുന്ന തരത്തിലാണ് അവയെ വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടും ഗാന്ധിജിയുടെ സ്വാധീനം, ഇന്ത്യൻ നാഷണൽ ആർമി ഏർപെട്ടു പോയ ഒരു സമരമാർഗമാണ്. അതുപോലെ തന്നെ മൗണ്ട് ബാറ്റൻ പദ്ധതി വരെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 6 പാർട്ടാണ് നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെടുന്നു, വർഗീയ ലഹള ഉണ്ടാകുന്നത് മുതൽ ISR രൂപീകരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് സ്വാതന്ത്ര്യാനന്തര ഭാരതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്കൂൾ പാഠഭാഗങ്ങളിലെ മറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യനും എല്ലാം 6 ഭാഗങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശ നയമാണ് ഏറ്റവും അവസാനമായി നൽകിയിരുന്നത്. അതിനെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന വസ്തുക്കൾ എന്താണ്, പ്രത്യേകിച്ച് ചേരിചേരാ പ്രസ്ഥാനം, പഞ്ചശീല തത്വങ്ങൾ, അവയിൽ പഞ്ചശീല തത്വങ്ങൾ ഉൾപ്പെടുന്നത്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ചൈന ബന്ധം, ഇന്ത്യയുടെ പാക് ബന്ധം, ഇന്ത്യയുടെ ആണവ നയം, ഇതെല്ലാം വളരെ വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതിവിശദമായിട്ട് മറ്റെവിടെയെങ്കിലും പരാമർശിക്കുന്നുള്ളതായി ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ഈ ഒരു പാഠഭാഗങ്ങൾ കൂടി വളരെ വിശദമായിട്ട് അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മിഷൻ ചെയ്തത്. ആ മിഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്തവർക്ക് ഫുൾ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിനും കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ ചരിത്രം ബൃഹത്തായും വളരെ ആധികാരികമായും നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഹെഡിങ് കണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കൂടി വേണം, ഒന്ന് വായിച്ച് നോക്കുക കൂടി വേണം. മിഷൻ കംപ്ലീറ്റഡ് ആണ്. എല്ലാവർക്കും ആശംസകൾ. നന്ദി.